അറ്റകുറ്റപ്പണികൾക്കായി മൂവാറ്റുപുഴ പൊതുശ്മശാനം അടച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും തുടർച്ചയായി പൊതുശ്മശാനം അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചിരുന്നത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 5 മാസം മുൻപ് 3,95,000 രൂപ ചെലവഴിച്ചാണ് പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. മാസങ്ങളോളം പൂട്ടിയിട്ട ശേഷമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുറന്നു നൽകിയത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ മണിക്കൂറുകൾ എടുത്തതും സംസ്കാരം നടക്കുന്നതിനിടെ പലവട്ടം പാതി വഴിയിൽ നിലച്ചതുമൂലം വീണ്ടും അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നു. ഇതിനുശേഷവും പലവട്ടം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. ഒരു മാസം 2 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കുന്ന നിലയിലേക്ക് ചുരുങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഇതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി അനിശ്ചിതമായി അടച്ചിടുന്നത്. പൊതുശ്മശാനം അടച്ചിട്ടാൽ മൂവാറ്റുപുഴയിലും സമീപ പഞ്ചായത്തുകളിലും മൃതദേഹം സംസ്കരിക്കാൻ ബന്ധുക്കൾ നെട്ടോട്ടമോടേണ്ട ഗതികളിലാണ്. പെരുമ്പാവൂർ, തൊടുപുഴ എന്നിവിടങ്ങളിലേക്കാണ് സംസ്കാരത്തിനായി മൃതദേഹങ്ങളുമായി പോകേണ്ടി വന്നത്. ഇവിടെ സംസ്കാരം നടത്തുന്നതിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. 2020 പൊതുശ്മശാന നവീകരണത്തിനും 2ാം ബർണർ സ്ഥാപിക്കുന്നതിനും 36 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിലവിലുള്ള ബർണറെങ്കിലും പൂർണ്ണ തോതിൽ പ്രവർത്തിപ്പിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ലൈഫ് മലയാളം, കൊച്ചി.